ഹലോ, കല്യാണം കഴിഞ്ഞിട്ട് എസ് ഐ ഇതുവരെ എത്തിയില്ലേ? അവന്റെ അമ്മായിയമ്മനെ കെട്ടിക്കാൻ കണ്ടൊരു നേരം. വിളിക്ക്. ഞങ്ങളുടെയൊക്കെ ജീവൻ അവിടെ വെള്ളത്തിൽ അനാശം പോലെ കിടക്കുന്ന അറിയോ? ചെറിയാൻ സാറുമായി സംസാരിച്ചോണ്ടിരിക്കുക. ഇനി അധികം സംസാരിക്കണടാ. അശോക, സണ്ണിച്ചായൻ അവിടെ പോലീസും പട്ടാളം ഒരു കോപ്പും വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അങ്ങേരെ ഇറങ്ങിയാലേ നിന്റെയൊക്കെ പണി തീരും. SP ഓഫീസറോട് വിളിച്ച് പറഞ്ഞേക്ക്. നേരം വൈകുന്നോറും കളി മാറുവേ. പറഞ്ഞേക്കാം. സ്റ്റേഷൻ ആക്രമിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. SP ഓഫീസിലേക്ക് വിളിക്കട്ടെ സാർ? ആ ശരി. ഇനി ഇവിടെ കൂടെ ഈ വധൂവരന്മാർക്ക് മധുരം കൊടുക്കുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ വേണ്ട വേണ്ട ഐതിഹ്യം വേണ്ടെങ്കിൽ വേണ്ട. വയറ് കീറാൻ പറ്റിയിരുന്നില്ല ഉത്തമന്. ബോഡി പൊങ്ങി. എപ്പോഴാ അറിഞ്ഞത്? നേരത്തെ അറിഞ്ഞു. പറയായിരുന്നില്ല എന്നോട്? ആ താലികെട്ട് അതങ്ങോട്ട് ഒഴിവാക്കായിരുന്നില്ലേ? ജയിലിലേക്കുള്ള വഴിയില് ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ തളച്ചിടണമായിരുന്നോ? ഒന്നും സംഭവിക്കില്ല. ഒന്നും. എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് എന്റെ മനസ്സ് പറയുന്നു. ബോഡി കണ്ട് ഇത്രയും നേരമായിട്ടും തനിക്കൊന്ന് അറ്റൻഡ് ചെയ്തുകൂടായിരുന്നു? സാർ അത് സാർ അവന്റെ ഡീറ്റെയിൽസ് വേറെ വല്ലത് കിട്ടുമോ ചെക്ക് ചെയ്യാ. സാർ. ചെറിയ ചേട്ടാ, വേണ്ട. ഇനിയത് മുന്നോട്ട് പോയാൽ പിന്നെ തിരുത്താൻ പറ്റാത്ത ചതിയാവും. ഒരു കൂടപ്പറപ്പിനേക്കാൾ സ്നേഹം എനിക്ക് തന്നവനാ ഉത്തമൻ. അവൻ അപകടത്തിൽപ്പെടരുത്. ഇപ്പോ ഇവിടെ SP-യുടെ മുമ്പിൽ എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഞാൻ സറണ്ടർ ആവുന്നാവും ശരി. എന്താ ഈ പറയണേ? അല്ലെങ്കിൽ അവനും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വെച്ച് ബുദ്ധിമോശം കാണിക്കരുത്. നിങ്ങൾ തള്ളയും മോളും അറിയാതെ ഉത്തമനെങ്ങും പോവില്ലെന്നാണല്ലോ കേട്ടത്. എവിടെ ഉണ്ടവൻ? എന്തുണ്ടെങ്കിലും ഞങ്ങൾ അറിയേണ്ടത്. പക്ഷെ ഇങ്ങനൊരു കാര്യം കുറച്ചു നേരത്തെ ഓടിപ്പിടിച്ചതിലേ വന്നെന്ന് പറയുന്നത് കേട്ടു. എന്നിട്ട് അപ്പൊ തന്നെ പോകുന്നതും കണ്ടത്രേ. സത്യം പറ, നിങ്ങൾ അവന്ന് കണ്ടില്ലേ? ഇല്ല. നീ കണ്ടോടി? എവിടെ പോകുന്നു പറഞ്ഞോവൻ? പറഞ്ഞോന്ന്. അവനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുക. ഒരു കൊല ചെയ്തവനവൻ, മനസ്സിലായോ? എന്നാലും പറഞ്ഞതുപോലെ ചെയ്തു കളഞ്ഞല്ലോ അവൻ. നിങ്ങൾ പറഞ്ഞിരുന്ന ഉത്തമനോട് കൊല്ലാൻ. തമാശ കള. അന്ന് അവർ തമ്മിൽ അടി ഉണ്ടാക്കിയപ്പോ അവൻ പറഞ്ഞത് കേട്ടതല്ലേ കൊന്നുകളയൊന്ന്.
എന്തായാലും ഒരു ആപത്ത് നാട് നീങ്ങുന്നു വിചാരിച്ചാ മതി. ആ പയ്യന്റെ ജന്മം പാഴായി. കോടതിയും കേസൊന്നല്ല പ്രശ്നം. ആ പുലിമുറ്റത്ത് സണ്ണി വെറുതെ ഇരിക്കുവോ? പുല്ലൂരാങ്കുന്നിലെ ഓരോരുത്തരോടായിട്ട് പറയാ, എന്റെ അലക്സി മോനെ കൊന്ന് കെട്ടിത്താത്തിയ പന്ന കഴിവരുടെ മോനെ സഹായിക്കാനോ ഒളിപ്പിക്കാനോ ഏതെങ്കിലും നായിന്റെ മോൻ മുതിർന്ന അവന്റെ തല ഈ അങ്ങാടിയിലുള്ളും. എന്റെ അലക്സി മോൻ ചത്ത ഒരാപത്ത് നാട് നീങ്ങിന്ന് വിചാരിക്കണ ഒരു പുല്ലനും ഈ അങ്ങാടി വേണ്ട. മനസ്സിലാണോ? ഈ ചന്തയിലിട്ട് ഉത്തമൻ എന്റെ അലക്സി മോൻ അടിച്ചു, കൊല വിളിച്ചു. എന്നിട്ടും കയ്യും കെട്ടി നോക്കി നിന്ന പുലിമുറ്റത്ത് ഉപ്പും ചോറും തന്നിട്ടുള്ള പുല്ലൂരാങ്കുന്നിലെ സർവേരപ്പാളുകളോടും കൂടി പറയുകയാണ്, ഉത്തമന് വായിക്കരിയിടാൻ ഒരു പിടി അരി എടുത്ത് പിടിച്ചോ. ആ ശവത്തിന്റെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടോടാ നിന്നെ? വാ, അകത്തേക്ക് വാ. വേണ്ട, ഇപ്പൊ അമ്മ എന്നെ കാണണ്ട. എനിക്കും അതിന് കഴിയില്ല. പുലരുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം തിരിച്ചു നടക്കാനുള്ളതാ. എവിടെയായിരുന്നു നീ? വടക്കമ്മല കയറി. ഈശ്വര, സാരല്ല സാരല്ല. പറ്റിപ്പോയ തെറ്റിന് നിയമം തന്നേക്കാവുന്ന ശിക്ഷ അനുഭവിച്ച് തീർക്കുന്നതിനേക്കാൾ വലിയ വേദനയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ജയിലെങ്കിൽ ജയിൽ. എന്റെ മനസ്സ് തയ്യാറെടുത്ത് കഴിഞ്ഞു. പാടില്ല. അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധത്തിന്റെ പേരില് ഒരുപാട് മനുഷ്യരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ തകർത്ത്. പാടില്ല. ആ തൊപ്പി ആ തലേ തന്നെ ഇരിക്കണം. മോനൊരു വലിയ പോലീസ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ചൊരു അച്ഛൻ, ആ അച്ഛന്റെ മകൻ ഒരു കൊലയാളിയായിട്ട് ജയിലിൽ പോവാനോ? ഇതൊക്കെ കാണാനും കേൾക്കാനും നമ്മുടെ അമ്മ ജീവിച്ചിരിക്കും തോന്നുന്നുണ്ടോ? സർവ്വ സ്വപ്നങ്ങളും തകർന്ന് എന്നും ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ശപിക്കപ്പെട്ട ജന്മമാക്കി തീർക്കണോ ദേവികയുടേത്? നിന്നെ കുരുതി കൊടുത്ത് എല്ലാം ഒളിച്ചു വെച്ച് കാക്കിക്കുപ്പായോട്ട് എനിക്കൊരു സുഖജീവിതം വേണ്ട. വേണ്ട. കൊന്നത് നിങ്ങളാണെന്ന് വെളിപ്പെടുത്തുമെങ്കിൽ ബാക്കിയെല്ലാം ചെയ്ത് ഞാന്. നമുക്ക് ഒരുമിച്ച് ജയിലിൽ പോവാം. എന്നിട്ട് വേണം ആരോരുമില്ലാത്ത നമ്മുടെ കുടുംബത്തിൽ കയറി ആ സണ്ണി നേരകനാൻ നായാട്ട് നടത്താൻ. പുലിമുറ്റത്ത് അലക്സി തോമസിനെ കൊന്നത് ഞാനാ. ഉത്തമ. ആ അതെ, ഉത്തമൻ കൊന്നു. ഞാനാ കൊന്നത്. ഒന്ന് എന്തിനാണെന്ന് പറയടാ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഒന്നത് എന്തിനാന്ന് പറയടാ. പറയടാ. പറയാനാ പറഞ്ഞത്. കുറ്റം സമ്മതിച്ചല്ലോ, പിന്നെ എന്തിനാ ക്രൂരത? ഈസ് ഇറ്റ് ഒഫീഷ്യൽ ഓർ പേഴ്സണൽ? താനിവിടുത്തെ എസ് ഐ. ഈ വികാര പ്രകടനം ഒഫീഷ്യലോ അതോ പേഴ്സണലോ? ഐ എം സോറി സർ. ആരെ നിൽക്കണോ?
കൊല്ലും നിന്നെ. എന്തിനാ കൊന്നത്? പറയടാ. പറയാൻ. നീ പറയില്ലേ? പറയടാ. രാവിലെ കയറി വന്ന് കുറ്റസമ്മതം ഒപ്പിട്ട് കൊടുത്തു. അവൻ എന്നെ തോൽപ്പിച്ചല്ലോ ചെറിയാൻ ചേട്ടാ, വല്ലാതെ തോൽപ്പിച്ചല്ലോ. എന്റെ കുറ്റസമ്മതം ഈ യൂണിഫോം അഴിച്ചു വെച്ച് ജയിലിന്റെ നട കയറാൻ തീരുമാനിച്ചിറങ്ങിയതാ ഞാൻ. പക്ഷെ അവൻ